നമസ്കാരം. നോക്കൂ, കാർഗിലിൽ നമ്മുടെ സൈന്യത്തിനെ അവഹേളിച്ചുകൊണ്ടൊരു യുവതി എന്ന് പറയാൻ വയ്യ, ഏകദേശം പോക്കുവയിലായിട്ടുണ്ട്, അവര് തൈക്കിളവി ആയിട്ടുണ്ട്. ആ തൈക്കിളവി പറയുകയാണ്, ഞാൻ ജെൻസിയാണ്, നിങ്ങൾ കാശ്മീരികളോട് ചെയ്തതുപോലെ ഞങ്ങളെ തടഞ്ഞു വെക്കാനാവില്ല, ഞാൻ ജെൻസിയാണ്, ഞങ്ങൾ ഇതിനെ എതിർക്കും, നിങ്ങൾ പട്ടാളക്കാര്, നിങ്ങൾ സൈനികര്, ഞങ്ങൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നത്, ഞങ്ങൾ നിങ്ങൾ അനുസരിക്കണം എന്നുള്ള ധിക്കാരപരമായിട്ടുള്ള വാക്കുകളോടുകൂടി നമ്മുടെ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അതിപ്പോൾ വൈറലാണ്. അവർ മാപ്പ് പറഞ്ഞു വന്നിരിക്കുന്നു, NDTV-യിൽ മാപ്പ് പറയുന്നു, ഇപ്പോൾ പിന്നീട് മാപ്പ് പറഞ്ഞു വന്നിരിക്കുന്നു. പക്ഷെ അവരുടെ ചെയ്തിയ വലിയ തോതിൽ എല്ലാ വിഭാഗത്തിൽ നിന്നും എതിർപ്പുണ്ടായി. ഒമർ അബ്ദുള്ള കൃത്യമായിട്ട് പറയുകയുണ്ടായി, ഇത് എൻ്റെ തന്തയാ, എൻ്റെ അച്ഛനാണെന്ന് അറിയുമോ എന്ന് കുട്ടികൾ ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണ്. എനിക്ക് അവരുടെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭീമന്റെ വഴി എന്ന ചിത്രത്തിൽ കൊസ്തേപ്പ് പറയുന്നുണ്ടല്ലേ, എൻ്റെ അച്ഛന് തെങ്ങാനും അറിഞ്ഞാലെന്ന്, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആ സ്ത്രീ ഒരു 45-46 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, ഒരു അധ്യാപികയാണ്. ആ സ്ത്രീ ഒരു ഇംഗ്ലീഷ് അധ്യാപികയാണ്. ആ സ്ത്രീയാണ് പറയുന്നത് ഞാൻ ജെൻസിയാണ്. അവർക്ക് എന്താണ് ജെൻസി എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നോക്കൂ, എന്താണ് ജെൻസി? ഈ ഒരു ജനറേഷൻ, ഒരു തലമുറയായി നിർണ്ണയിക്കുന്നത് 15 വർഷത്തെ കാലഘട്ടത്തിലാണ് ഒരു തലമുറയെ നിർണ്ണയിക്കുക. ഇപ്പോൾ അതിനുള്ള ആ കാലഘട്ടം കുറഞ്ഞു വരുന്നുണ്ട്. എങ്കിലും 15 വർഷത്തെയാണ്. 1997 മുതൽ 2012 വരെ ജനിച്ച ആ കാലയളവിനുള്ളിൽ ജനിച്ച ആളുകളെയാണ്, അതായത് ഒരു 15 വർഷത്തിനിടയിൽ, ആ 15 വർഷം 1997 മുതൽ 2012 വരെ ആ 15 വർഷത്തെ കാലയളവിൽ ജനിച്ച ആളുകളെയാണ് ജെൻസി എന്ന് പറയുക. ഇപ്പോൾ അവർക്ക് ഏതാണ്ട് 29 വയസ്സ് വരെ ഉള്ള ആളുകളെയാണ് ഈ ജെൻസി എന്ന് പറയാൻ നമുക്ക് സാധിക്കുക. പക്ഷെ ഈ സ്ത്രീക്ക് 40-ലധികം വയസ്സുണ്ട്. എന്താണ് ജെൻസി എന്നൊരു ഇംഗ്ലീഷ് അധ്യാപികയായ അവർക്ക് പോലും അറിയില്ല. പക്ഷെ ജെൻസി എന്നാൽ എന്തോ അവകാശങ്ങളുണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് ഇവരൊക്കെ പറയുന്നത്. ജെൻസി എന്ന് പറഞ്ഞാൽ ഒരു ചുക്കും ചുണ്ടാവും ഇല്ല എന്ന് ആദ്യം പറയട്ടെ, എല്ലാവർക്കുമുള്ള അവകാശങ്ങൾ തന്നെയാണ്. പിന്നെ പുതിയ തലമുറയെ കുറച്ച് വാത്സല്യത്തോടുകൂടി മറ്റുള്ളവർ നോക്കും. അപ്പോൾ ഇപ്പോൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അവർ, അതായത് ഭാവിയെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഒരു തലമുറയാണ് ഇന്ന് അവർ. അതായത് ഇപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ് നാളെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് നിർണ്ണയിക്കുക. കാരണം പീക്ക് ടൈമാണത്. അതുകൊണ്ടാണ് അവർക്കൊരു ബഹുമാനം, ഒരു വാത്സല്യവുമല്ല മറ്റുള്ളവർ കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല എന്ന് പറയട്ടെ. ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഞാൻ മുൻപ് ചെയ്ത വീഡിയോ കൂടി ഈ ഒരു ഇംഗ്ലീഷ് അധ്യാപികയ്ക്ക് പോലും എന്താണ് ജെൻസി, എങ്ങനെയാണ് തലമുറകളെ നിർണ്ണയിക്കുക എന്നറിയാൻ കഴിയാത്ത സ്ഥിതിക്ക് ഞാൻ ഈ തലമുറകളെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായി കാണുക. എന്തായാലും ആദ്യം നിങ്ങൾ ആ സ്ത്രീയുടെ ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം, കാരണം അത് കണ്ടിരിക്കണം. അത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്തുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചിരിക്കണം എന്നത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. बिल्कुल आपको मुझे बताओ, तो बैठोगे या नहीं बैठोगे? चलो कैसे रोकेंगे? 5 घंटे हो गए, निकालो सब लोग गाड़ियों, चलो। वो कश्मीर एयरपोर्ट पे नहीं उतरे, जाने भी नहीं देते। हम लोग पैसे देके यहाँ घूमने आते हैं या फिर ये सब टॉलरेट करने आते हैं? ताला लगा दिया इन्होंने, कश्मीरियों के साथ तो करते हैं, अब बाहर के टूरिस्टों के साथ भी कर रहे हैं। देखो इन्होंने किसी ताला लगा दिया, अपना नाम भी नहीं बताया और वहां चले गए। ये देखो यहाँ पर कोई भी जवाबदारी के लिए कोई नहीं बैठा है यहाँ पर। ഈ സ്ത്രീ മാപ്പ് പറയുന്നുണ്ട്. അത് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മാപ്പ് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. തൗസൻഡ്സ് ഓഫ് സോറി ഡസ് നോട്ട് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നുള്ളൊരു ചൊല്ലുണ്ട്. 1000 ഖേദപ്രകടനങ്ങൾ ഒരു മനുഷ്യനെ പൂർണ്ണനാക്കില്ല എന്ന്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും ജെൻസി ഇതാണ്. ഡഗ്ലസ് കപ്ലാഡ് എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ്, ആ നോവലിസ്റ്റിന്റെ ജനറേഷൻ എക്സ് ടെയിൽസ് ഓഫ് ആൻ ആക്സിലേറ്റഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്നാണ്, ഒരു നോവലിൽ നിന്നാണ് ഈ പേര് ജെൻസി എന്നുള്ള പേര് കിട്ടിയത്. ഈ ജെൻസിക്ക് ശേഷം വരുന്ന 2013 ശേഷം വരുന്ന തലമുറയെ, പിന്നെ 13 ശേഷം വരുന്ന 15 വർഷത്തേക്കുള്ള തലമുറയെ നമ്മൾ വിളിക്കുന്നത് ജെൻ ആൽഫ എന്നാണ്. ചിലപ്പോൾ ഇനി ജെൻ ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറഞ്ഞാൽ അത് പോകും. എന്തായാലും കൃത്യമായി ഇങ്ങനെയാണ് തലമുറകളെ ഡിഫൈൻ ചെയ്യുന്നത്. ഞാൻ കുറച്ച് വ്യക്തമായിട്ട് മറ്റു കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കാണും. 1900 മുതൽക്കുള്ള ഒരു തലമുറകളെ നോക്കാം. 1900 മുതൽ 1900 ഗ്രേറ്റസ്റ്റ് ജനറേഷൻ 1901 മുതൽ 1927 വരെയുള്ള
കാലഘട്ടം 28 വർഷത്തെ കാലഘട്ടത്തിലാണ് ലേറ്റസ്റ്റ് ജനറേഷൻ. അതിനുശേഷം സൈലന്റ് ജനറേഷൻ, അത് 1928 മുതൽ 1945 വരെയുള്ള ജനറേഷനാണ് സൈലന്റ് ജനറേഷൻ. ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നത് 1946 മുതൽ 1964 വരെയുള്ള ഒരു ജനറേഷനാണ് സൈലന്റ് ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നത്. ജനറേഷൻ എക്സ് എന്ന് പറയുന്നത് 1965 മുതൽ 1981 വരെയുള്ള ഒരു തലമുറയാണ് ജനറേഷൻ എക്സ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് മില്ലേനിയൽസ് വരുന്നത്. അതിനിടയിൽ ഒരു ജനറേഷൻ കൂടി പറയുന്നുണ്ട്, എക്സെനിയൽസ് എന്നാണ് പറയുന്നത്, 1977 മുതൽ 85 വരെ. അതിനിടയിൽ മില്ലേനിയൽസ് ഉണ്ട്, ജനറേഷൻ വൈ എന്നാണ് പറയുന്നത്, എക്സ് വൈ മില്ലേനിയൽസ്. ജനറേഷൻ വൈ എന്ന് പറയുന്നത് 1982 മുതൽ 1996 വരെ. അതിനുശേഷം ജെൻസി എന്ന് പറയുന്നത് 1997 മുതൽ 2011 വരെയുള്ള തലമുറയാണ്. ജനറേഷൻ ആൽഫയാണ് അതിനുശേഷം, 2011 ശേഷം ആൽഫയാണ്, പിന്നീട് ബീറ്റ ഗാമ എന്നിങ്ങനെ പോകും. നോക്കൂ, ഡഗ്ലസ് കപ്ലാൻ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിന്റെ ജനറേഷൻ എക്സ് ടേൽസ് ഓഫ് ആൻ ആക്സിലറേറ്റഡ് കൾച്ചർ എന്ന് പറയുന്ന 1991 ഒരു നോവൽ. ആ നോവലിനെ അവലംബിച്ചുകൊണ്ടാണ് എക്സ് എന്നുള്ള ഒരു തലമുറയെ 1964 മുതൽ 81 വരെയുള്ള ആ കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾ എക്സ് തലമുറ, ജനറേഷൻ എക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ തൊട്ടടുത്ത തലമുറ, സ്വാഭാവികമായ 81 മുതൽ ഉള്ള തലമുറ, 81 മുതൽ പുറകോട്ട് വരുന്ന ആ തലമുറയെ നമ്മൾ വിളിച്ചു മില്ലേനിയൽസ് എന്ന്. 1981 മുതൽ 96 വരെ മില്ലേനിയൽസ് എന്ന്. അതിനുശേഷം ജനറേഷൻ സി, ഇപ്പോഴുള്ള ജനറേഷൻ സി, അതായത് 1997 മുതൽ 2012 വരെ. ഇങ്ങനെയാണ്. അപ്പോൾ എക്സ് വൈ സി. അതിനുശേഷം വരുന്ന ആൽഫ ബീറ്റ ഗാമ, നമുക്ക് ഗ്രീക്ക് എണ്ണ സംഖ്യ പോലെ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു. ആൽഫ അടുത്ത ഇപ്പൊ നടന്നുകൊണ്ട് 2013 മുതൽ ആൽഫ, അതിനുശേഷം ബീറ്റ. പക്ഷെ ഇതിനെ നിർവചിക്കപ്പെട്ടിട്ടില്ല, ഈ ആൽഫ എന്നുള്ളത് നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ പറയാനുള്ളത്. അതുപോലെ ഒരുപാട് കാലഘട്ടന ഇങ്ങനെ തലമുറകളെ നമ്മൾ നിർവചിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് പറയുന്നത് ആർത്തൂരിയൻ ജനറേഷൻ എന്നാണ്. 1940 മുതൽ 1960 വരെ. ഹ്യൂമനിസ്റ്റ് ജനറേഷൻ 1961 മുതൽ 1982 വരെ. റിഫർമേഷൻ ജനറേഷൻ 1483 മുതൽ 1511 വരെ. റിപ്രൈസൽ ജനറേഷൻ, എലിസബത്തിയൻ ജനറേഷൻ, പാർലമെന്ററി ജനറേഷൻ, പ്യൂരിറ്റൻ ജനറേഷൻ, കവലിയർ ജനറേഷൻ, ഗ്ലോറിയസ് ജനറേഷൻ, എൻലൈറ്റ്മെന്റ് ജനറേഷൻ, അവേക്കനിങ് ജനറേഷൻ, ലിബർട്ടി ജനറേഷൻ, റിപ്പബ്ലിക്കൻ ജനറേഷൻ, കോംപ്രമൈസ് ജനറേഷൻ, ട്രാൻസ്ജെൻഡർ ജനറേഷൻ, ഗിൽഡഡ് ജനറേഷൻ, പ്രോഗ്രസീവ് ജനറേഷൻ, മിഷണറി ജനറേഷൻ, ലോസ്റ്റ് ജനറേഷൻ, ഗ്രേറ്റസ്റ്റ് ജനറേഷൻ, സൈലന്റ് ജനറേഷൻ. ബാക്കിയുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം ബേബി ബൂമേഴ്സ്, ജനറേഷൻ എക്സ്, ഇങ്ങനെയാണ് ഓരോ തരംതിരിവുകൾ ജനറേഷന്റെ വരുന്നത്. എന്തായാലും നമ്മുടെ സൈന്യത്തെ അപമാനിച്ച ജെൻസി തൈക്കിളവി മാപ്പ് പറയുന്ന വീഡിയോ കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. തുടർന്നും എൻ്റെ വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം. तो मैं क्या वायरल होंगी सर, आप बताइए. मैं माफीनामा के लिए भी आपके चैनल के थ्रू ये चीज भेज रही हूँ, क्योंकि मेरे पास कुछ नहीं है कि मैं अपना माफीनामा भी कहीं से अपलोड कर सकूं. इसलिए आपके माध्यम से मैं देश की जनता से, जिनको बुरा लगा है, उनसे भी सॉरी मांग रही हूँ. अपने इंडियन आर्मी से भी मांग रही हूँ, जिनकी वजह से हम लोग इतना फ्रीडमली जीते हैं. अगर वो लोग नहीं होते तो हम लोग तो घर से भी बाहर नहीं निकल पाएंगे. तो सर मैं इसलिए आपके माध्यम से आगे अपनी माफी पहुंचाना चाहती हूँ, बस, और मैं कुछ नहीं चाहती हूँ सर. क्या आप जेनजी जो जनरेशन है मैडम, उनसे कुछ कहना चाहेंगे? क्योंकि जो कॉन्वर्सेशन चल रहा है अभी सोशल मीडिया पर, इंस्टाग्राम पे इतना जो वायरल हुआ